ഹലോ ഗൈസ്, അപ്പോൾ നമ്മളെ 30 days വർക്കൗട്ട് ചെയ്തതിൽ ഡേ 1 ആണ്. ഞാൻ ഉറക്കം എഴുന്നേറ്റതേ ഉള്ളൂ. നമുക്ക് പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതേ ഗൈസ്, നമ്മൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളൊരു കോഫി ഇട്ടിട്ടുണ്ട്. മധുരം ഇത് ഒട്ടും ആഡ് ചെയ്തിട്ടില്ല. അപ്പം ഇത് കുടിച്ചതിന് ശേഷം നമുക്ക് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ കോഫി കുടിച്ചതിന് ശേഷം നമ്മളിതാ ഒരു കുപ്പി പച്ചവെള്ളം കൂടി കുടിക്കുകയാണ്. ഈ പച്ചവെള്ളത്തിലാണ് ഏറ്റവും കൂടുതൽ മിനറൽസ് ഉള്ളത്. നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന വീട്ടിൽ തന്നെയാണ്. നമ്മുടെ വീട്ടിൻ്റെ അടുത്തൊന്നും വലിയ ഗ്രൗണ്ടുകളോ കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെയാണ് വർക്കൗട്ട് ചെയ്യും. അതാ രാവിലെ 6 മണിയായിട്ടുണ്ട്. നമുക്ക് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. കറക്റ്റ് 8 മണിയാകുമ്പോൾ നമുക്ക് നടത്തേണ്ട ഒരു ആവശ്യമാണ്. നമുക്കിന്ന് കാറ്ററിംഗ് വർക്കും ഉണ്ട്. അതുകൊണ്ട് 8 മണിയാകുമ്പോൾ വർക്കൗട്ട് നിർത്തും. 2 മണിക്കൂർ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ വർക്കൗട്ട് എന്ന് വെച്ചാൽ ഫസ്റ്റ് 20 minutes റണ്ണിങ് ആണ്. അതുകൊണ്ട് നമ്മൾ ബോഡി ഫുള്ള് സ്ട്രെച്ച് ചെയ്തിട്ട് റണ്ണിങ് ചെയ്യാം. നമ്മളത് അപ്പോൾ റണ്ണിങ് സ്റ്റാർട്ട് ചെയ്തേക്കുവാണ്. വീട്ടിൻ്റെ അടുത്ത് വേറെ ഗ്രൗണ്ടുകളും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ വീട്ടിൽ തന്നെ നിന്ന് റണ്ണിങ് ചെയ്യുന്നത്. ജസ്റ്റ് ജോഗിങ് ആണ് ചെയ്യുന്നത്. ജസ്റ്റ് ഫസ്റ്റ് ഡേ. അതെ ഗൈസ്, നമ്മൾ 20 minutes റണ്ണിങ് കഴിഞ്ഞേക്കുവാണ്. ഇനി നമുക്ക് ഫുൾ ബോഡി എക്സസൈസ് ചെയ്യാം. ഗൈസ്, അപ്പോൾ നമ്മൾ ഓൾറെഡി ഫുൾ വാമ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകേണ്ടത് സ്കിപ്പിംഗ് ആണ് ചെയ്യേണ്ടത്. സ്കിപ്പിംഗ് എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഹൈനി വിത്ത് പഞ്ചാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഹൈനി വിത്ത് പഞ്ചസ് നമ്മൾ 1 മിനിറ്റിൻ്റെ 10 സെറ്റാണ് ചെയ്തത്. ഗൈസ്, അപ്പം ഹൈനി വിത്ത് പഞ്ചിൻ്റെ 1 മിനിറ്റിൻ്റെ 10 സെറ്റ് വെച്ച് ചെയ്ത് ഞാൻ അടുത്ത വർക്കൗട്ട് എന്ന് വെച്ചാൽ ഷാഡോ ബോക്സിംഗ് ആണ്. ഷാഡോ ബോക്സിങ് 1 മിനിറ്റിൻ്റെ 10 സെറ്റ്. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഷാഡോ ബോക്സിങ് ചെയ്തതെന്ന് വെച്ചാൽ 1.5 മിനിറ്റിൻ്റെ 10 സെറ്റ് വെച്ചാണ് നമ്മൾ ഷാഡോ ബോക്സിങ് ചെയ്തത്. അങ്ങനെ നമ്മൾ 1.5 മിനിറ്റിൻ്റെ ഷാഡോ ബോക്സിംഗ് ആണ് ചെയ്തത്. 1.5 മിനിറ്റിൻ്റെ 10 സെറ്റ് ഷാഡോ ബോക്സ് ചെയ്ത് ഓൾറെഡി നല്ല ടയർഡായിട്ടുണ്ട്. ഇനി നമുക്കൊരു അരമണിക്കൂറുടെ ഉള്ളു 2 മണിക്കൂറാൻ. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ 100 പുഷപ്പ്, 100 സിറ്റപ്പ്, 100 ആപ്സിന് വേണ്ടിയിട്ടുള്ള 100 കഞ്ചസ്. അപ്പോൾ ഇത് 3 ഇനി ചെയ്യാൻ പോകുന്നത്. 20, 80ൻ്റെ 5 സെറ്റാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 100 ആവും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഗൈസ്, ഒരു 80 പുഷപ്പ് ആയപ്പോൾ തന്നെ നമ്മൾ ഫുൾ ടയർഡായി. ബൈസ് കയറി നല്ല രീതിയിൽ പമ്പ് ആയതുകൊണ്ട് പുഷപ്പ് അടിക്കാൻ പറ്റില്ല. പക്ഷേ ഇനി ഒരു 20 കൂടി ഉണ്ട്. അതും കൂടി കംപ്ലീറ്റ് ചെയ്താൽ നമ്മൾ 100 പുഷപ്പ് ഉണ്ട് കംപ്ലീറ്റ് ആവും. അത് കഴിഞ്ഞാൽ പിന്നെ 100 സ്കോട്ടും പിന്നെ 100 ക്രഞ്ചസും. അതെ ഗൈസ്, നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തേക്കെന്ന് വെച്ചാൽ 100 സ്കോട്ടുകളാണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം അങ്ങനെ നമ്മളെ 100 സ്കോട്ട്സ് കഴിഞ്ഞേക്കാണ്. ഇനി നമുക്ക് 100 ക്രഞ്ചസ് ആണ് ഉള്ളത്. അത് ചെയ്യാൻ ഇനി അപ്പോൾ ഗൈസ്, നമ്മളെ 30 days ചലഞ്ചിലെ ഫസ്റ്റ് ഡേ അങ്ങനെ ഫിനിഷ് ആയിരിക്കുകയാണ്. അപ്പം ഇനി നാളെ കാണാം. ബൈ.